പുതുവർഷമേ, നിനക്കിതാ എൻ്റെ ഹൃദയ വരവേൽപ്പ് നൽകിടുന്നു. കാലചക്രം അത് ദ്രുതഗതിയിൽ ചലിച്ചു നീങ്ങവേ പുതിയ വർഷത്തിലേക്ക് ആഗതമായിരിക്കുന്നു. വർഷം പുതുമ നിറഞ്ഞെത്തിയാലും ജീവിതം ഇന്നും പോയ വർഷങ്ങളുടെ ബാക്കിയാണെന്നതല്ലേ സത്യം. നീ മാറിയാലും ഞാൻ മാറിയാലും സാഹചര്യങ്ങൾ മാറിയാലും മാറ്റങ്ങൾക്കായുള്ള തീരുമാനങ്ങൾ മാറിയാലും അതിൻ്റെ ഉത്ഭവസ്ഥാനം നമ്മിൽ നിന്നു തന്നെയല്ലേ. മാറ്റങ്ങൾ പലതും വന്നു മാറി മറിഞ്ഞാലും നമ്മിലെ നാമെന്നും നമ്മൾ തന്നെ. ശരിയായ ചിന്തകളെ അംഗീകരിക്കുക, ശരിയായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, ശരിയായ സ്വഭാവ രീതികളെ സ്വായത്തമാക്കുക. എങ്കിൽ നാമും നമുക്ക് ചുറ്റുമുള്ളവയും സ്വസ്ഥമായിരിക്കും. ജീവിതം ഒരു പുസ്തകമാണെന്ന് ആദ്യം പറഞ്ഞത് ആരായിരിക്കും? ആ മഹത് വ്യക്തിത്വത്തിനെ ഞാൻ പ്രശംസിക്കുന്നു. എന്തെന്നാൽ അതൊരു പരമയാഥാർത്ഥ്യമാണെന്നതിനാൽ. ശരിയല്ലേ? നമ്മുടെ ഓരോ അനുഭവങ്ങളും ഓരോ അധ്യായങ്ങളാണ്. അവിടെ വെട്ടിത്തിരുത്തലുകളും അക്ഷരത്തെറ്റുകളും സംഭവിക്കുന്നു. പാടുകൾ അവശേഷിക്കുമെങ്കിലും മായ്ക്കപ്പെട്ട ഏടുകൾ ഉണ്ടായിരുന്നിരിക്കും. അടിവരയിട്ട് സൂക്ഷിക്കുവാൻ തക്കതായ മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. പലതിനോടും സാമ്യത തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. ഓർമ്മകളിൽ മറയില്ലെങ്കിലും ഇനിയത് വേണ്ട എന്ന് ചിന്തിപ്പിക്കുന്നവ കീറിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും മറിച്ചു നോക്കി വായിച്ച് നിർവൃതി അടയും നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. തുറന്നു നോക്കവേ വിരഹം ബാധിച്ചു മിഴികൾ തുളുമ്പുന്ന നഷ്ട നിമ്നോന്നതകൾ ഉണ്ടായിരിക്കും. നേട്ടങ്ങളുടെ വസന്തങ്ങൾ നിറഞ്ഞ നിറമുള്ള ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ധാരാളം അർത്ഥങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു പുസ്തക രൂപമാണ് ജീവിതം. മനോഹാരിത എന്ന് പറയുമ്പോൾ ദുഃഖം മനോഹരമാണോ എന്ന് ചോദിച്ചേക്കാം. അതെ, എല്ലാ വസ്തുതകൾക്കും അർത്ഥതലങ്ങൾക്ക് മനോഹാരിത നാം കണ്ടെത്തിയാൽ മാത്രമാണ് അവ മനോഹരമായ രീതിയിൽ നമുക്ക് സ്വാംശീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാലത്തിന്റെ എല്ലാ ഋതുക്കളെയും പോലെ ഓരോന്നിനും എല്ലായ്പ്പോഴും ഓരോ കാര്യകാരണങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ളതായിരിക്കും. ഒരു നാണയത്തിന്റെ രണ്ടു വശമെന്ന പോലെ ഏതു കാര്യവും രണ്ടു രീതിയിൽ സംഭവിക്കാം. അങ്ങനെ ആയിരുന്നിരിക്കണമെന്നും അങ്ങനെ അല്ലാതായിരിക്കണമെന്നും. ഇവയെ നമ്മുടെ ബോധമണ്ഡലത്തിൽ അംഗീകരിച്ചുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുവാൻ സാധ്യമാക്കിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ ദുഃഖ സന്തോഷാനുഭവങ്ങളെയും ഹൃദയത്താളുകളിൽ എഴുതി ചേർത്തുകൊണ്ട് ദൈവീകതയും നന്മയും നിറഞ്ഞ മനസാക്ഷി രൂപപ്പെടുത്തിക്കൊണ്ട് നാം എന്താണോ, നമുക്കുള്ളത് എന്താണോ അവയിൽ തൃപ്തമായിക്കൊണ്ട് മികച്ച പാതകളെ നിജപ്രവൃത്തിയാൽ തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോവുക. ജീവിതം നമ്മുടേതാണ്. നഷ്ടമാകാതെ നേടിയെടുക്കുവാൻ ഏവർക്കും ദൈവം അനുഗ്രഹം നൽകിടട്ടെ. പുതുവത്സരാശംസകൾ.